തൊട്ടുള്ള ആഗ്രഹം കേട്ടോ മഞ്ഞ് കാണണം എന്നുള്ളത്. ചെറുതിലെ ഇങ്ങനെ കാർട്ടൂണൊക്കെ കാണുമ്പോൾ ടോം ആൻഡ് ജെറിയും ഓസ്വാൾഡും അതൊക്കെ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള മഞ്ഞിലെ എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ട്രെയിനിൽ തന്നെയാണ് കേട്ടോ പോയത്. 3 ദിവസമാണ് ട്രെയിനിലെടുക്കാൻ. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ പോയി ഇറങ്ങി. ഡൽഹിയിൽ ചെന്നിറങ്ങിയിട്ട് എൻ്റെ ദൈവമേ എന്താണ് ഒടുക്കത്തെ ഹോണടി. നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല, അതേമാതിരത്തെ ഹോണടിയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഡിസംബർ സമയത്താണ് പോയത്. ഇത് നമ്മൾ ടി വിയിലൊന്നും കണ്ട ന്യൂഡൽഹി അല്ലടാ. ടി വിയിൽ കണ്ട ന്യൂഡൽഹിയൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെയൊക്കെ അവിടെ പോകണം. ഇന്ത്യ ഗേറ്റിൻ്റെയൊക്കെ അവിടെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ സരോജിനി നഗറിൽ പോയി. അവിടെ പോയി ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളപ്പോൾ വിൻ്റർ ക്ലോത്ത്സ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ സരോജിനി നഗറിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ റൂമിൽ ഞങ്ങൾക്കൊരു 2 hours കൂടെ എക്സ്ട്രാ വേണമായിരുന്നു. ഞങ്ങളുടെ വണ്ടി വരുന്നത് 4 മണിക്കാണ്. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയത് 2 മണിക്ക്. അപ്പോൾ അവർ പറഞ്ഞ് ഫുൾ ഡേ ചാർജ് തന്നെ, എന്നാൽ മാത്രമേ റൂമിലിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഈ റൂം ഉണ്ടായ നേരെ ഓപ്പോസിറ്റ് റോഡിൽ തന്നെ അവിടെ പഞ്ചാബികളുടെ എന്തോ പരിപാടി നടക്കുമായിരുന്നു. അവരുടെ മാർഷൽ ആർട്സ് പോലെ എന്തോ സംഭവങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ ചെന്നാൽ നമുക്ക് സമയം പോകാൻ വേണ്ടി ആകെ ജസ്റ്റ് 2-3 മണിക്കൂറല്ലേ ഉള്ളൂ. നമുക്ക് അവിടെ പോയി ഇത് കാണാമെന്ന് ഓർത്തിട്ട് ഞങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ മേത്ത് ആരോ ഒന്ന് തട്ടിയേ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നോക്കുമ്പോഴത്തേക്കും ഫോൺ കാണുന്നില്ല. ഇയാളെ തപ്പി ഞങ്ങൾ കുറേ പോയി, പക്ഷേ അയാളെ കാണാനും ഇല്ല. എന്നിട്ട് ഫൈൻഡ് മൈ ഡിവൈസ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണിൽ. എന്നിട്ട് അത് വെച്ച് ലൊക്കേറ്റ് ചെയ്ത് ഞങ്ങളൊരു വഴി വരെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ അയാൾ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞു. ഫോണിൻ്റെ ഒരു ട്രേസും ഇല്ല. എന്നിട്ട് ഞങ്ങളിത് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും പോലീസുകാരൻ ഞങ്ങൾ മൈൻഡ് പോലും ചെയ്യാനുള്ള ആ പുള്ളി ഞങ്ങളെന്തോ തെറ്റ് ചെയ്ത രീതിയിലാണ് ആ പുള്ളിയുടെ ഓരോ വർത്തമാനവും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ കേരള പോലീസിനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു നമുക്ക് നാട്ടിൽ വന്നിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം, പക്ഷേ ഈ ഫോൺ കിട്ടണം എന്നാണെങ്കിൽ നമ്മൾ അവിടെ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തിട്ടേ കാര്യമുള്ളൂ, എന്നാലേ ഫോൺ കിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഓർത്ത് എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്ന് നമ്മൾ ഇത്രയും പൈസയും മുടക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഓൾറെഡി ഞങ്ങൾ ഇപ്പോൾ ടൂർ പാക്കേജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ ഒന്നും നമുക്ക് റിട്ടേൺ കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും പോകാമെന്ന് ഓർത്തിട്ട് ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് എൻ്റെ പൊന്നി തണുപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഞാനിങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ അധികം ഒന്നും പോയിട്ടില്ല. ആകെ കൂടെ പോയേക്കുന്നത് ഊട്ടി മൂന്നാർ മാത്രമാണ്. പക്ഷേ നമ്മൾ വിചാരിക്കാത്ത അത്രയും തണുപ്പാണ് ഈ മണാലി എന്ന് പറഞ്ഞാൽ. അപ്പം കാശ്മീർ നമുക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ എന്ത് തണുപ്പായിരിക്കും. നമ്മുടെ എല്ലാവരും ഇങ്ങനെ കൂച്ച് പോകും. എല്ലിലൊക്കെ നമുക്കിങ്ങനെ കുത്തിക്കൊള്ളണ പോലെ, നമുക്ക് കയ്യിൽ ഒരാൾ പിടിച്ചാൽ പോലെ നമുക്ക് അത്രയും വേദന ആയിരിക്കും. അതേമാതിരി തണുപ്പാണ്. അപ്പം ഞങ്ങളുടെ റൂമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് റൂം കണ്ടിട്ട് സമ്മറിൻ ബെത്ലഹേമിൽ ആ വീട് പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മൾ എന്നിട്ട് പിറ്റേ ദിവസം നമ്മളിങ്ങനെ ഓരോ സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഇറങ്ങിയായിരുന്നു. ആദ്യം നമ്മൾ ബുദ്ധ മൊണാസ്ട്രിയിലാണ് പോയത്. അവിടെ പോയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഒരു ടെമ്പിളിൽ പോയി, പിന്നെ അട്ടൽ ടണലിൽ പോയി, പിന്നെ അതേമാതിരി സിസുവിൽ പോയി. സിസുവിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് സ്നോഫോൾ കിട്ടിയത്. ഞങ്ങൾക്ക് മുന്നേ ഉള്ള ആൾക്കാർക്കായിരിക്കും സ്നോഫോളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് സ്നോഫോൾ കിട്ടി. എനിക്ക് ഓൾറെഡി ഞാനിവിടെ നിന്ന് പനിയായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായത്. എനിക്ക് തീരെ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് മണാലി പോകുന്ന ആൾക്കാരാണെങ്കിൽ ദൈവത്തെ ഓർത്തിൻ്റെ ദൈവമേ, നമ്മൾ എന്തായാലും നമ്മൾ ഫിസിക്കലി നല്ല ഫിറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ മണാലി പോകാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഈ റീലൊക്കെ കാണുമ്പോൾ ഓർക്കും നിരപ്പായ സ്ഥലത്ത് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കണം. അങ്ങനെയല്ല കൈസ്, നമ്മൾ ഈ ഇളകണ മലയും കുന്നും ചരിവും എല്ലാം നമ്മൾ പിടച്ച് കയറണം. ഇതെല്ലാം കയറി ഫുള്ള് ട്രക്കിങ് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും നമ്മൾ ഈ പിടച്ച് കയറണം. വലിഞ്ഞു പിടിച്ച് കയറി വരുമ്പോഴത്തേക്കും നമ്മൾ വടിയായി പോകും. എന്നെപ്പോലെ ഞാനാണെങ്കിൽ അങ്ങനെ അധികം ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരാളല്ല. ഞാൻ ഫുൾ ടൈം വർക്ക് ഫ്രം ഹോം ആയത് കാരണം ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്ത് പോലും ഇറങ്ങാറില്ല. ഒരു കാര്യത്തിന് പോലും ഞാൻ ഇറങ്ങാറില്ല. അത് കാരണം ഞാൻ പിത്തമാണ് കൈസ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണ്ടായില്ല. ഇതൊക്കെ കയറിയിട്ട് മസിലൊക്കെ വെട്ടി കയറിയിട്ട് പോയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി മാൾ റോഡ് പോയിട്ട് അവിടെ വലിയ പ്രത്യേകിച്ച് സാധനമൊന്നും ഉണ്ടായില്ല. അവിടെ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോഴത്തേക്കും ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആട്ടാ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഫുള്ള് മലകളെല്ലാം മഞ്ഞുകൊണ്ട് മൂടി കിടക്കണം. അതുപോലെ അവിടുത്തെ റോഡ് ഫുള്ള് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുവാണ്. 2 സൈഡ് ഇങ്ങനെ അവർ പണം തട്ടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊളിഞ്ഞ് പോകില്ല, അതേമാതിരി കിടക്കണം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ മഞ്ഞുരുക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് വെള്ളപ്പൊക്കെ ആയിട്ട് സൈഡ് റോഡ് പൊട്ടുവാണെന്ന് എനിക്ക് തോന്നണം. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് ഈ ഒടുക്കത്തെ തണുപ്പും ഈ ട്രക്കിങ് എല്ലാം കാരണം തീരെ വയ്യാണ്ടായിപ്പോയി. ഞാൻ ഫുള്ള് ഛർദ്ദിച്ച് വണ്ടിയിലൊക്കെ ഇട്ട് ഛർദ്ദിച്ച് ഞാൻ മടിയായി പോയിട്ടാ. പിന്നെ എൻ്റെ കെട്ടിയാൻ എന്നെ കുത്തിപ്പൊക്കി ഇത് ജോഗിനി വാട്ടർഫോൾ കാണാൻ വേണ്ടി പോവുക. ജോഗിനി വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ദുർഘടമായ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് ആകെ ഒരാൾക്ക് മാത്രം നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. നമ്മൾ കിതച്ച് തുപ്പി പോകുക. അങ്ങനത്തെ ഒരു അതൊരു മല കയറുമ്പോഴാട്ടെ ഈ വെള്ളച്ചാട്ടം ഉണ്ടാവണേ. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളിങ്ങനെ ഐസാണ് വീഴണത് വെള്ളത്തിന് പകരം. അത് കാണാൻ നല്ല രസമാണ്, അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇത് കയറണത് ഇറങ്ങണത് അതിൻ്റെ പിന്നെ ഒന്നാമത് ഇത്ര ഹൈ ഓൾട്ടിറ്റ്യൂഡിലായത് കാരണം നമുക്ക് ശ്വാസം എടുക്കാനും
എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ ഈ തണുപ്പായത് കാരണം നമ്മൾ ശ്വാസം വലിക്കുമ്പോഴത്തേക്കും തണുത്ത സാധനം തണുത്ത കാറ്റത്തേക്ക് മൂക്കിലിട്ട് അടിച്ച് കയറണത്. അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കയറാനും എല്ലാത്തിനും. ആ ഭാഗ്യത്തിന് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ചായ വെക്കാൻ വേണ്ടിയിട്ട്. ആ ചേച്ചി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ടൂറിസ്റ്റ് ഗൈഡോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ചേച്ചി നമുക്കിങ്ങനെ ചായ കൊണ്ടുവന്ന് തന്നത് കാരണം കുറച്ച് തൊണ്ടക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഞാനൊക്കെ അവിടെ കയറിയപ്പോഴത്തേക്കും വലിഞ്ഞു പിടിച്ച് ഒരു ആവേശത്തിന് കയറി, പക്ഷേ തീരെ വഴിയാണ്ടായിപ്പോയി. എന്നിട്ട് ഞങ്ങളുടെ കൂടെ വന്നവർക്കാണെങ്കിൽ ആ വഴി തെറ്റി അവർ ഏതോ കാട്ടിലൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. പാരാഗ്ലൈഡിങ്, റിവർ റാഫ്റ്റിങ്, പിന്നെ ബലൂൺ ഉണ്ടായിരുന്നു. ബലൂൺ പക്ഷേ ഞങ്ങളവിടെ ചെന്ന സമയത്ത് വെതർ ഭയങ്കര മോശമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. അപ്പോൾ ഭയങ്കര കാറ്റൊക്കെ ചെയ്ത് കാരണം ബലൂൺ അവർ നിർത്തി വെച്ചേക്കുമായിരുന്നു. ഈ പാരാഗ്ലൈഡിങ്ങിന് പോകുന്ന ആൾക്കാരാണെങ്കിലും സ്വന്തം റിസ്കിൽ വേണം കേട്ടോ പോകാനായിട്ട്. നമ്മൾ കയറണതിന് മുന്നേ തന്നെ അവർ നമ്മളെ കൊണ്ട് കൺസെൻ്റൊക്കെ ഒപ്പിടിപ്പിച്ച് മേടിക്കും. അതും ഈ പാരാഗ്ലൈഡിങ്ങിന് പോണ വഴി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായ ഓഫ് റോഡാണ്. ഞാനിതിലൊന്നും കയറിയില്ല കേട്ടോ. പാവൻ്റെ കിട്ടിയാൽ ഞാൻ കാരണം അതിലൊന്നും കയറാൻ പറ്റിയില്ല. എനിക്ക് തീരെ വയ്യായിരുന്നു. എനിക്ക് പനിയൊക്കെ വന്ന് ഭയങ്കര സീനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിൽ വന്ന് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി അഡ്മിറ്റ് ആയി. അങ്ങനെ ചിരകാല സാഫല്യം നടത്തിയെടുത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ മടിയായി.